2026 പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ? ആനന്ദ് താർക്കെ, സുപർണ ശർമ്മ. ആനന്ദ് താർക്കെക്കും സുപർണ ശർമ്മയ്ക്കുമാണ് 2026 പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചത്. ബ്ലൂംബെർഗിന് വേണ്ടി തയ്യാറാക്കിയ ട്രാപ്പിഡ് എന്ന ഇലസ്ട്രേഷൻ പരമ്പരയ്ക്കാണ് അംഗീകാരം ലഭിച്ചത്. ബ്ലൂംബെർഗിന് വേണ്ടി തയ്യാറാക്കിയ ട്രാപ്പിഡ് എന്ന ഇലസ്ട്രേഷൻ പരമ്പരയ്ക്കാണ് അംഗീകാരം. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന സൈബർ ക്രൈം തട്ടിപ്പുകളെക്കുറിച്ചുള്ളതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന സൈബർ ക്രൈം തട്ടിപ്പുകളെക്കുറിച്ചുള്ളതാണ് റിപ്പോർട്ട്. സൈബർ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വസ്തുതാപരമായ റിപ്പോർട്ടിന് മാധ്യമപ്രവർത്തകരായ ആനന്ദ് താർക്കെക്കും സുപർണ ശർമ്മയ്ക്കും 2026 പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിച്ചത് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ 5 ദ്വീപുകൾ തമ്മിലും കൊച്ചിയെ ലക്ഷദ്വീപുമായി ബന്ധിപ്പിച്ചാണ് സർവീസ് നടത്തുന്നത്. ലക്ഷദ്വീപിലെ 5 ദ്വീപുകൾ തമ്മിലും കൊച്ചിയിൽ ലക്ഷദ്വീപിനെയും ബന്ധിപ്പിച്ചാണ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിച്ചത് ലക്ഷദ്വീപിലാണ്. രാജ്യത്തെ ആദ്യത്തെ മൾട്ടി ലൈൻ ഫ്രീ ബാരിയർ ലെസ് ടോൾ സംവിധാനം ആരംഭിച്ചത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ദേശീയപാത 48-ലാണ്. സൂറത്ത് ബറൂച്ച് സെക്ഷനിലെ ചോരിയാസ് ടോൾ പ്ലാസയിലാണ് ഇത് നടത്തുന്നത്. വാഹനങ്ങൾ നിർത്താതെ തന്നെ ടോൾ പിരിവ് സാധ്യമാക്കുന്ന അത്യാധുനിക സംവിധാനമാണ് ടോൾ ഫ്രീ, അതായത് മൾട്ടി ലൈൻ ഫ്രീ ബാരിയർ ലെസ് ടോൾ സംവിധാനം ആരംഭിച്ചത്. ആദ്യ ഒപ്റ്റോസാർ ഉപഗ്രഹമാണ് ദൃഷ്ടി എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ആദ്യ ഒപ്റ്റോസാർ ഉപഗ്രഹമാണ് ദൃഷ്ടി. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ വികസിപ്പിച്ച ലോകത്തിലെ ആദ്യ ഒപ്റ്റോസാർ സാറ്റലൈറ്റായാണ് ദൃഷ്ടി വിക്ഷേപിച്ചത്. ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് ദൃഷ്ടി എന്ന് പറയുന്നത്. ഗാലക്സ് ഐ എന്ന കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ഭാരം എന്ന് പറയുന്നത് 190 കിലോഗ്രാമാണ്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഇത് വിക്ഷേപിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് ദൃഷ്ടി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ കങ്കാരിയ കോച്ചിങ് ഡിപ്പോ. ഗുജറാത്തിലെ കങ്കാരിയ കോച്ചിങ് ഡിപ്പോ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ. പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ജനറൽ NS രാജ സുബ്രഹ്മണ്യാണ്. ജനറൽ NS രാജ സുബ്രഹ്മണ്യാണ്. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനുമാണ് ചുമതലയേറ്റത്. ജനറൽ NS രാജ സുബ്രഹ്മണ്യ, വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനുമാണ്. 2024 തോമസ് കപ്പ് പുരുഷ ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ചൈനയാണ്. 2024 തോമസ് കപ്പ് പുരുഷ ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ചൈനയാണ്. 2026 ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനം ഏതാണ്? ഡായി ഡായി എന്നാണ്. 2026 ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനം ഡായി.